ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിനകത്തൊരു അടി നടക്കുന്നുണ്ട്. അതായത് അനുമോൾക്കെതിരായിട്ട് നമ്മുടെ ആദിലയും നൂറയും നിൽക്കുന്നു. നേരത്തെ നമ്മളെ ആര്യൻ, അക്ബർ ടീമുകൾ ഇന്ന് രാവിലെ തൊട്ട് അനുമോൾക്കെതിരായിട്ടാണ് നിൽക്കുന്നത്. അനുമോളുടെ മൈക്കിനെ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുക. എനിക്ക് തോന്നിയൊരു കാര്യമാണേ, വേറെ ഒരു കണ്ടന്റും ഇല്ലെങ്കിൽ എന്നാൽ പിന്നെ അനുവിൻ്റെ മണ്ടയ്ക്ക് കയറാൻ കണ്ടന്റ് കിട്ടും എന്നുള്ളൊരു തോന്നൽ പൊതുവെ ഇവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവസാന ആഴ്ചകളുമായിട്ടുണ്ടല്ലോ നല്ലപോലെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ആദിലയും നൂറയും ഇതിൻ്റെ ഇടയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇന്ന് ആദിലയും നൂറയും അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുന്ന പോലെ, എന്ന് വെച്ചാൽ തർക്കുത്തരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നൂറയും ആദിലയും കൂടെ അനുമോൾ അടുത്തൊരു വഴക്കുണ്ടാക്കുന്ന പോലെ തോന്നി. ആദ്യം ഞാൻ വിചാരിച്ചു ഈ അനുമോളും കൂടെ അറിഞ്ഞും കൊണ്ടുള്ള ഒരു ഡ്രാമയാണോ, എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു കേട്ടോ ആദ്യമൊക്കെ. പിന്നെ പിന്നെ അങ്ങോട്ട് പോകെ പോകെ മനസ്സിലായി ഇത് ആദിലയും നൂറയും, അതായത് അനുമോളടുത്ത് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഉണ്ടായിട്ടായിരിക്കില്ല, പക്ഷേ ഈ ഗ്രൂപ്പ് എന്നുള്ളൊരു സാധനം പൊളിക്കാൻ വേണ്ടിയിട്ടും നമ്മളെല്ലാവർക്കും എതിരെ റിയാക്ട് ചെയ്യുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ഗെയിമിൽ അനുമോൾ ഒരു ബാധ്യതയായിട്ട് മാറാതിരിക്കാനും ഒക്കെ ആയിരിക്കാം ആദിലെ നൂറ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ എതിരെ നിൽക്കുകയാണ്. അനുമോളുടെ എതിരെ ഗെയിം കളിക്കുകയാണ് ആദിലെ നൂറയും. അത് അനുമോൾ അറിഞ്ഞിട്ടല്ലെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ആദ്യം എനിക്ക് അനുമോളും കൂടെ വെച്ചിട്ടുള്ള ഒരു നാടകമാണെന്ന് തോന്നി, പക്ഷെ ഇപ്പോൾ അതങ്ങനെ അല്ല. ഈ ചായ ഇടുന്ന വിഷയത്തിലൊക്കെ കുറച്ച് തർക്കങ്ങൾ അവിടെ ഉണ്ടായി. നൂറയാണ് ചായ ഇട്ടത്. അനുമോളുടെ ചായ ഒന്നും കൊള്ളത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ചിലപ്പോൾ കിടന്നപ്പോൾ നൂറ ആദിലേയും കൂടെ പ്ലാൻ ചെയ്ത് കാണും, നാളെ നമുക്ക് എന്തായാലും നൈസിനെ അനുമോളായിട്ടൊന്ന് പിണങ്ങാം. ചിലപ്പോൾ ഇത് ഗെയിമായിട്ട് അവർ ചെയ്യുന്നതാവും, ബട്ട് അത് അവർ കാണിക്കുന്ന മണ്ടത്തരമാണ്. അത് ഞാൻ വഴിയെ പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ അനുമോളുടെ എതിരെ സംസാരിക്കുന്നു, ഉടക്കുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഷാനവാസുമായിട്ട് ഉടക്കുന്നു. അതായത് അനുമോള് ചായ നൂറ കൊടുത്തപ്പോൾ അനുമോള് ചായ വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഷാനവാസിനും അനീഷിനും കൂടെ കൊടുക്കുന്നു. അപ്പോൾ ഇത് ഇവരൊരു വിഷയമായിട്ട് എടുത്തിടുന്നു. അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാവുന്നു. അനുമോൾ അങ്ങനെ ചെയ്ത തെറ്റാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് ഷാനവാസും അനീഷും നിൽക്കുന്നുണ്ട്. ആദിലെ നൂറയും അനുമോളെ എതിർത്ത് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് രാവിലെ മുതൽ തന്നെ കേട്ടോ. അതിപ്പോൾ രാവിലത്തെ ആ ഒരു മൈക്ക് കാണാത്ത വിഷയത്തിലായിക്കോട്ടെ, തുണി ആ ഒരു ബക്കറ്റിൽ എടുത്ത് വെച്ചിരുന്ന കേസിലായിക്കോട്ടെ, എല്ലാത്തിലും ഇവർ എതിർത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരാഴ്ച അനുമോൾ നോമിനേഷനിലില്ല. ഒരു ഗെയിമർ എന്ന് പറയുന്ന ഒരു പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദിലെ നൂറയും ഈ ആഴ്ചയിലല്ല അനുമോളുമായിട്ട് അടി ഉണ്ടാക്കേണ്ടത്. അനുമോള് കൂടി നോമിനേഷനിൽ വരുന്ന ഒരാഴ്ചയിൽ വേണം. കാരണം ഇപ്പോൾ ഇവർക്ക് എന്തായാലും അനുമോള് നോമിനേഷനിലുണ്ടെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ട് കംപ്ലീറ്റ് പോകുന്നത് അനുമോക്കേ പോകത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും സ്പ്ലിറ്റ് ആവാൻ ചാൻസ് ഇല്ലല്ലോ. എന്നാൽ അനുമോളെ നോമിനേഷനിൽ ഇല്ലാത്തൊരാഴ്ച അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വേറെ ആർക്ക് വോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ എപ്പോഴും അവർ ചിന്തിക്കുന്നത് അനുമോളെ കൂടെ നിൽക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യാം എന്നുള്ളതായിരിക്കും അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് ബിഗ് ബോസിൽ പൊതുവേ കാണുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ അനീഷ് ഇല്ലാന്ന് വയ്ക്കുക, അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അനീഷിനെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാനായിരിക്കും അവർക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഗെയിം കളിക്കുന്ന പ്രേക്ഷകർ പുറത്തുണ്ട്, അവരുടെ തോട്ട് വേറെ ആയിരിക്കും. നോർമലായിട്ട് ഗെയിം കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അനീഷിനോട് കുറച്ചൊക്കെ മനുഷ്യത്വം കാണിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അവരെപ്പോഴും ചിന്തിക്കുന്നത്. ഇതിലൊരു ഗെയിമുണ്ട്, അത് പുറത്തെ ഓഡിയൻസ് അത് അവർ കളിക്കുന്നുണ്ടാവുമായിരിക്കും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വോട്ട് വേറെ രീതിയിലൊക്കെ പോകും. അപ്പോൾ ഇവിടെ ഈ ഒരു വീക്കിൽ ആദിലെ നൂറയും കൂടെ അനുമോൾക്കെതിരെ ഗെയിം കളിക്കുന്നത് ഗെയിമിന്റെ പേഴ്സ്പെക്റ്റീവിൽ മണ്ടത്തരമാണ്. കാരണം ഈ ആഴ്ച സർവൈവ് ചെയ്യാൻ പറ്റും അനുമോളുടെ കൂടെ നിന്ന് ഗെയിം കളിച്ച അനുമോളുടെ സപ്പോർട്ടേഴ്സിന്റെ വോട്ടും കൂടി കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഈ ആഴ്ച പോവാം. ഇനിയിപ്പോൾ ഇവർക്ക് അനുമോൾക്കെതിരെ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ വേണമെങ്കിൽ ചെയ്യാം. അനുമോളും കൂടി നോമിനേഷനിൽ വരുന്ന ഒരാഴ്ചയിൽ ഇവർ ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അനുമോളെ എതിർക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതും ഈ വഴക്കുണ്ടാവുമ്പോൾ അതിനൊരു റീസൺ വേണം. ജെന്യുവിൻ കാര്യങ്ങളിലായിരിക്കണം നമ്മൾ അടിയുണ്ടാക്കാൻ. നമ്മൾ ഈ വെറുതെ വഴക്കുണ്ടാക്കുന്നത് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് വെറുതെ, അതായത് തർക്കുത്തരം പറഞ്ഞു അകത്ത് സാബുമോന് പാല് മാറ്റണമെന്ന് പറയുമ്പോൾ അത് നീ അങ്ങ് മാറ്റിയാൽ മതി എന്ന് എങ്ങാണ്ട് അനുമോള് പറഞ്ഞതാണ്. അത് തർക്കുത്തരം എന്തിനു പറയുന്നത്, അത് മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞിട്ടാണ് നൂറ ഉടക്കിയത്. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഒരു ഡ്രാമ പോലെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പോലെ തോന്നി. പക്ഷെ പിന്നീട് ഇത് വഴക്ക് നീണ്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചിലപ്പോൾ അനുമോൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. ഇത് ആദിലേയും നൂറയും കൂടി രാത്രി വിചാരിച്ചിട്ടുണ്ടാവും നാളെ എന്തായാലും നമുക്ക് അനുമോൾക്കെതിരെയും ഗെയിം കളിച്ചു തുടങ്ങാം, ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, പുറത്തിറങ്ങിയിട്ട് സൗഹൃദം നമുക്ക് തുടരാം. ഈ ഒരു തോട്ടിലാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ ഈ ഘട്ടത്തിൽ അതൊരു മണ്ടത്തരമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.